സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. മലപ്പുറം സ്വദേശിയായി 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദിൽഷയാണ് വിവരങ്ങളുമായുള്ളത്. ദിൽഷ, വിവരങ്ങൾ. സേതു, സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിയായിട്ടുള്ള 10 വയസ്സുകാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നേരത്തെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്നാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ഇപ്പോൾ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 11ആയി. നേരത്തെ 10 പേർ ചികിത്സയിലുണ്ടായിരുന്നു. 2 കുട്ടികളും 8 മുതിർന്നവരുമായിരുന്നു. ഇന്ന് ഇപ്പോൾ ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടുകൂടി നിലവിൽ 11 പേരാണ് സംസ്ഥാനത്ത് രോഗബാധ സ്ഥിരീകരിച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ കോഴിക്കോട് നിന്ന് 4 പേര്, മലപ്പുറത്ത് നിന്ന് 4 പേര്, വയനാട് 2 പേര്, കാസർഗോഡ് ഒരാൾ എന്നിങ്ങനെയാണ്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ 2 പേർക്കും നേരത്തെ തന്നെ മറ്റ് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരാണ്. അതായത് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള 30 വയസ്സുകാരൻ, അതുപോലെ തന്നെ ബത്തേരി സ്വദേശിയായിട്ടുള്ള 45 വയസ്സുകാരൻ. ഈ ബത്തേരി സ്വദേശിയായിട്ടുള്ള 45 വയസ്സുകാരന് കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ തന്നെയുണ്ട്. നിലവിൽ 11 പേർ ചികിത്സയിലുണ്ട്. അതിൽ 3 പേർ കുട്ടികളാണ്. 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ബാക്കി 8 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത്. ഇവരിലെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് ബ്രെയിൻ ഈറ്റിംഗ് അതീവ ഗുരുതര അപകടകാരിയായിട്ടുള്ള അമീബയായ ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ് നിലവിൽ രോഗം ബാധിച്ച് മരിച്ചവരിലും അതുപോലെ തന്നെ രോഗബാധ സ്ഥിരീകരിച്ചവരിലും കണ്ടെത്തിയിരിക്കുന്നത്. സേതു, ഓക്കെ ദിൽഷ, ശരി. പക്ഷേ സാഹചര്യം പറഞ്ഞ പോലെ ഈ അത്യാവശ്യം നല്ല ജാഗ്രതയിൽ നമ്മൾ പോകേണ്ട ഒരു സമയമാണ്. ആശങ്കാജനകമായ സാഹചര്യമാണ്. കാരണം തുടരെ ആളുകളിലൊക്കെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കപ്പെടുന്നത് അത് പേടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്.